നല്ല സിനിമയായിരുന്നു. അഭിനയം നല്ല സൂപ്പറായിരുന്നു. പെപ്പയുടെ അഭിനയം നല്ലതായിരുന്നു. ബോക്സിങ് രണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ സിനിമ ഇഷ്ടപ്പെടും. അതിലെ ഓരോരോ പോയിന്റുകൾ എടുത്തു നോക്കുമ്പോൾ നല്ലതായിരുന്നു. പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഭയങ്കര നല്ലതായിരുന്നു. ക്ലൈമാക്സ് എസ്പെഷ്യലി നമ്മൾ അതാണല്ലോ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ബോക്സിങ് ഭയങ്കര പ്രൊഫഷണലി അവർ ചെയ്തിട്ടുണ്ട്, അപ്പം ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ BGM ഭയങ്കര രസമായിരുന്നു. കാസ്റ്റിംഗ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പടം ഓവറോൾ വർക്ക് ചെയ്തു. അങ്ങനെയല്ല, ഫാമിലിക്കും കൂടി കാണാൻ പറ്റുന്ന ഒരു പടമാണ്. DX ലെവലാണോ എന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ നമുക്ക് ഫാമിലി എല്ലാവർക്കും എന്റർടൈൻ ചെയ്യുന്ന ഒരു പടമായിട്ടാണ് ഞാൻ തോന്നിയത്. ഫിസിക്ക് സൂക്ഷിക്കുന്ന മോ ഇസ്മായിലിനെ പോലെ മോമസിൽ എന്നറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നമ്മൾ പെപ്പെ നിൽക്കുമ്പോൾ മലയാളി എന്ന നിലയിൽ, ഒരു പെപ്പെ ആരാധിക എന്ന നിലയിൽ ഒരുപാട് അഭിമാനമുണ്ട്. നമുക്കിപ്പോൾ ഒരു മൈക്ക് ടൈസൺ, മലയാള സിനിമയുടെ മൈക്ക് ടൈസൺ എന്നുള്ളൊരു ടൈറ്റിലൊക്കെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് പെപ്പെ മാറി. കാരണം അത് ഹാർഡ് വർക്കാണ്, അത്രത്തോളം അദ്ദേഹം എഫേർട്ട് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബോക്സിംഗ് ആണ്. അടിയെന്ന് വെച്ചാൽ അത് അനാവശ്യമായിട്ടുള്ളൊരു ഫൈറ്റിലേക്കല്ല പോകുന്നത്. അത് ഒരു ബോക്സറുടെ അതായത് പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾ ഒരു പ്രൊഫഷണൽ ബോക്സർ ആവേണ്ട ഒരു സാഹചര്യം വരികയും ഒരു പ്രൊഫഷണൽ ബോക്സറുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൽ ഫാമിലി ഓറിയന്റഡ് ആയിട്ടും കൂടെ സാധനം വരുന്നുണ്ട്. ഒരു ത്രെഡ് അങ്ങനെ പോകുന്നുണ്ട്. അസാധ്യമായിട്ട് നല്ല സിനിമയാണ്. പെപ്പയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റും. നല്ല സിനിമ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു എല്ലാവർക്കും.